അണ്ണാ ഇതൊരു ഓട്ടത്തിൻ്റെ കഥയാണ്. ഓട്ടം എന്ന് വെച്ചാൽ ഒന്നൊന്നര ഓട്ടം, നാട് നീളെ ഒരു നെട്ടോട്ടം. പാഴ്സൽ വെച്ച് മനോജിൻ്റെ കട അല്ല, ഇത് മനോജിൻ്റെ കടയൊന്നല്ല. നമ്മുടെ ആ ടൗണിൽ ഒരു പുതിയ കട തുടങ്ങിയിട്ടില്ലേ, കുരിശുപള്ളിയുടെ അടുത്ത്. മലബാറുകാരാ. എന്താ മലബാർ ഇത് ഇവിടെ ഇടുക്കി വന്നിട്ട് കട തുടങ്ങി? മലബാറുകാരല്ല ശരിക്കും അത്. ശരിക്കും പറയാൻ നമ്മുടെ രാജേഷിൻ്റെ കടയാണ്. ഏത് നമ്മളിന്ന് കാണാൻ പോകുന്ന രാജേഷിൻ്റെ? നമ്മളൊന്ന് കാണാൻ പോകുന്ന രാജേഷിൻ്റെ. അത് ശരി. എടാ ജോസ്, നീ എവിടെയാടാ? എടാ ചെറുക്കൻ, നീ പറഞ്ഞിട്ടില്ല ഈ കാടും കയറി ഇങ്ങ് വന്നത്. മറ്റത്തെ പരിപാടി കാണിക്കില്ല ഏട്ടാ. നീ വച്ചിട്ട് പോയാണോ? ഞങ്ങൾക്കറിയാം എന്ത് വേണം. എന്തായി? എടാ അവൻ വരുണ്ടാ, അമ്മായിരെ അവൻ്റെ അമ്മ വരെ കൊണ്ട് പാടത്തിൽ ഹോസ്പിറ്റലിൽ പോയേക്കണം. അവനോട് പോയി മൂച്ചാൻ പറയണേ, നമുക്ക് നടന്നു പോവാം. ഇതാണ് ആ ലൊക്കേഷൻ. ഹായ, ഇതൊരു 5-6 കിലോമീറ്റർ ഉണ്ട്. എനിക്ക് നടക്കാനൊന്നും വയ്യ. വല്ല ലിഫ്റ്റ് കിട്ടുമോ നോക്കടാ. 1.5 മണിക്കൂറായിട്ട് ഇവിടെ തന്നെ നിൽക്കുന്നു. ഒരു സൈക്കിൾ പോലും പട്ടിക്കാട്ടി വന്നിട്ടില്ല. എന്നിട്ടാ ഈ ലിഫ്റ്റ് കോപ്പ്. പറയാതെ മലബാർ വേറെ കയ്പിന് വേറാണ്. എനിക്ക് പക്ഷേ അത്ര വലിയ സംഭവമായിട്ട് തോന്നിയില്ല. കുഴപ്പമില്ല. അതിങ്ങനെ ഭാര്യ വീട് കോഴിക്കോടായതുകൊണ്ട് നിങ്ങൾ ഇടയ്ക്കിടെ പോയിരുന്നല്ലേ, അതുകൊണ്ട് തോന്നുന്നു. ചിലപ്പോൾ അതുകൊണ്ടായിരിക്കും. അജാസിന് വെട്ടുന്നത് ദിനവും. ഓ, അവ വെട്ടിയിട്ട് കഴിഞ്ഞ് പോയപ്പോഴത്തേക്കും ഇതിൻ്റെ കൂടെ ഉള്ളവന്മാർ കയറ്റി ആറഞ്ചം പറിച്ചാക്കി. എന്നേ അവസാനം ഇന്ന് എന്ത് വെച്ചാൽ ഇതിനെ കൊണ്ടുവന്ന് പാർട്ടിയെ തന്നെ വെച്ചു. പിന്നെ പാർട്ടി നോക്കിക്കോളുമല്ലോ. പക്ഷേ ഇതിൻ്റെ ഇടയിൽ കാണിച്ചൊരു ചെറ്റത്തലുണ്ട്. എന്ത്? ആ ജാഫറിൻ്റെ പെങ്ങളെ കയറി പിടിച്ച കേസുണ്ടായിരുന്നു. അതും കൂടെ വന്നപ്പോഴത്തേക്കും ഇവന്മാരെ കൂടെ ഉള്ളവന്മാരെല്ലാവരും കംപ്ലീറ്റ് അവിടെ മേഞ്ഞു. മോളെന്തേ? ആണോ? ഇന്നെന്തിൻ്റെ അവധി? ഇന്ന് ഗാന്ധി ജയന്തിയാണോ? ശരി. എന്ത് ചെയ്യാ, അടുത്തുണ്ടോ? ഇല്ലേ? ക്രയോൺസ് അല്ലേ? അത് ഞാൻ വരുമ്പോൾ കൊണ്ടുവരാം. എന്നാൽ ശരി. ആരാട്ടാ? വൈഫാണ്? രജിതയാ വിളിച്ചു. എന്താ വിശേഷം? ഇന്ന് ഗാന്ധി ജയന്തിയാ, മോക്ക് അവധി. ഗാന്ധി അല്ലേ? ഗാന്ധി ജയന്തിയെക്കുറിച്ച് ഓർക്കുമ്പോൾ എൻ്റെ പഴയ സ്കൂളിൽ പഠിച്ചാൽ നമ്മൾ കലോത്സവത്തിനെ പാൻസ് ഡ്രസ്സ് ഞാനായിരുന്നു സ്ഥിരം ഗാന്ധി. എന്താ എനിക്ക് വൈകിട നടക്കാൻ വല്ല വണ്ടി വരവോടിച്ചോട്ടെ. പെട്ടെന്ന് നടന്നാൽ അവിടെ എത്താം, എന്നിട്ട് റെസ്റ്റ് എടുക്കാതെ വാണേ. ചേട്ടൻ ഗാന്ധിജിയുടെ സത്യാന്വേഷണ പരീക്ഷണങ്ങൾ വായിച്ചിട്ടുണ്ടോ? ഞാൻ വായിച്ചിട്ടില്ല. ഒരു മനുഷ്യൻ നിർബന്ധമായിട്ടും വായിച്ചിരിക്കേണ്ട ഒരു പുസ്തകമാണ്. നമ്മൾ ഗാന്ധിജിയെക്കുറിച്ച് ഓർക്കുമ്പോൾ എപ്പോഴും പറയുന്ന ഒരു കാര്യം എന്താ? അഹിംസ. അവനെ വെട്ടി 10 പീസാക്കണം, എന്നാലേ എനിക്ക് തൃപ്തിയാവുള്ളൂ. അത്രേൻ്റെ അറിവ് വേണോ? വേണം. എന്നാ ചെയ്തേക്കാം, അവൻ്റെ കയ്യും തലയും ഞാൻ എടുക്കാം. ഇതെല്ലാം കൂടുതൽ കിട്ടതേ, അല്ലെങ്കിൽ ഇതെല്ലാം ഈ പ്ലാസ്റ്റിക് എല്ലാം ഇവിടെ നിരന്ന് കിടന്നിട്ട് ആകെ അലമ്പാവും. അവിടെ ഇവിടെ എല്ലാം കിടക്കുന്നുണ്ട്. എങ്ങോട്ടാണ് തള്ളിക്കരക്കൊണ്ട് പോകുന്നത്? നടക്കാനില്ല, നടക്കാൻ ചെല്ലും. ഞാൻ എടുക്കണം. അതിൻ്റെ വരും. ഞാൻ മടുത്തടേ, നിൽക്കട്ടെ. നീ തന്നെ പറഞ്ഞത് സൈക്കിളൊക്കെ പറ്റില്ല. ഒരു വാക്കിനാണ് ഞാൻ തന്നെ കൈ അടിക്കാൻ പോയ. ചേട്ടാ ഒരു ലിഫ്റ്റ് തരോട്ടെ. ആ 2 കിലോമീറ്റർ അപ്പുറത്തുള്ള ഗ്രേവാലി ഫാം ഹൗസിലോട്ട്. സോറി, ഞങ്ങൾ 100 കിലോമീറ്റർ കഴിയുമ്പോൾ ഒരു ജംഗ്ഷൻ ഉണ്ട്, അവിടെ തിരിഞ്ഞ് പ്രകാശിലോട്ട് പോവാണ്. ഇല്ല ചേട്ടാ, തിരിയണ ഇവിടെ നിന്ന് വിട്ടാൽ മതി. ഒരു നാളെ ജസ്റ്റ് നടക്കാനുണ്ടോ? ചേട്ടാ പ്ലീസ് ചേട്ടാ, കുറച്ച് ദൂരമല്ല കേട്ടോ. നടക്കത്തില്ല. പോണ്ട.
അവന്മാരെ നമ്മളെല്ലടാ വിളിച്ചു. എന്തിന് എന്താണ് ബ്രോ? എന്തിന്റെ കടപ്പായിരുന്നു? ആ താക്കോലും എടുത്ത് ഈ നാട് മൊത്തം ചുറ്റിപ്പിടം വരെ വന്ന് ആ താക്കോൽ ഇങ്ങട് എന്നാടാ എടുത്തോ. എന്താ പണിയാകും പണിയൊന്നും കൊടുക്കാൻ കീതാടാ വന്നെടാ കീകാടാ വാ 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 ഏടാ മഹാഭാവി, എന്തിനാടാ എനിക്ക് കൂടെ ഇടി വാങ്ങിച്ചെന്നാ? നമ്മൾ വയസ്സ് പടങ്ങളൊക്കെ ആയിരിക്കും എഴുതണ, പക്ഷെ നമ്മളെ കൊണ്ട് റിയൽ ലൈഫ് ഒന്നും പറ്റൂല. അവന്മാരും നീ ഉദ്ദേശിക്കുന്ന ആൾക്കാരല്ലടാ. പിന്നെ അവന്മാർ പെണ്ണുങ്ങളെ തട്ടിക്കൊണ്ട് പോകുന്നവരാടാ. പെണ്ണുങ്ങളെ തട്ടിക്കൊണ്ട് ചേട്ടാ ഒരു ലിഫ്റ്റ് തരാം കേട്ടോ. അതിനകത്ത് പെണ്ണുങ്ങളാണ് ഉറപ്പുണ്ടോ? പെണ്ണുങ്ങളാണെന്ന് എനിക്ക് ഉറപ്പില്ല, പക്ഷെ ആ വണ്ടിക്കകത്ത് ആരോ ഉണ്ട്. നോക്ക് അടാ, ഈ ഗ്രീൻ ഫാം എവിടെയാണ്? സിനിമ ഷൂട്ടിംഗ് കിടക്കണ. നീ എന്താ ചോദിക്കുന്നേ? വാ കെട്ടിയിട്ടേക്കുന്നവിടെ. അതിന് അങ്ങോട്ട് തന്നെ ചേട്ടാ, എന്നെ ഒന്ന് അയച്ചോടൂ, കയ്യൊന്ന് അയച്ചോടൂ ചേട്ടാ, കയ്യൊന്ന് അയച്ചോടൂ. രാജേഷേ, നമസ്കാരം. ഇങ്ങോട്ടാണ്. ആരായിരുന്നു? ആരാന്നോ? ഞാൻ നിന്റെ തന്ത. ഇത് നിന്റെ രണ്ടാമത്തെ തന്ത. ഇനി ഇറങ്ങി. നിങ്ങളാരാ? ഈ കൂടുതൽ ചോദിക്കാ. ഇറങ്ങ. എന്താ കാര്യം? എന്താ നീങ്ങോ? എന്താ കാര്യം? പറയാം. എടാ, നീ ഒരു 5 വർഷം മുമ്പ് ഈ വാഴയിലെ സ്റ്റഡി ചാർട്ടിന് എടുക്കുന്നത് ഒരു 5 ലക്ഷം രൂപ കടം വാങ്ങിച്ചില്ല. ഉടനെ കൊടുപ്പിച്ചേട്ടാ. നീ ഇതുവരെ 1.5 ലക്ഷം രൂപയാണ് അടച്ചു തീർത്ത്. നീ ഇനി മുതലും പലിശ അടക്ക് 9 ലക്ഷം രൂപ കൊടുക്കാനുണ്ട്. എപ്പോൾ കൊടുക്കും? ഈ പിന്നെ വരും നിന്റെ കൂട്ടുകാർ തന്നെ പറഞ്ഞു. ഇതാണ് എമർജൻസി ചേട്ടാ, എനിക്ക് എമർജൻസി ആയിട്ട് പോവാ. ചേട്ടൻ ആയിട്ട് പോകായിരുന്നു. കീ കൊടുക്കണം, കാര്യം എമർജൻസി ആയിട്ട് പോവായിരുന്നു.
ചേട്ടാ എമർജൻസി എടുത്ത് പോവായിരുന്നു നീ വന്നേ ഇതന്നെ ഈ കൂടത് കിട്ടല്ലേ അല്ലെങ്കിൽ ഇതെല്ലാം ഈ പ്ലാസ്റ്റിക് എല്ലാം ഇവിടെ നിരന്ന് കിടന്നിട്ട് ആകെ അലമ്പം അവിടെ ഇവിടെ എല്ലാം കിടക്കുന്നത് പിന്നെ ചേട്ടാ എന്താ ലൊക്കേഷനിലോട്ട്? ഞാൻ ലൊക്കേഷൻ ഫുഡ് സപ്ലൈ ചെയ്യുന്ന ആളാ. പ്രൊഡക്ഷൻ കൺട്രോളിൽ നേരിട്ടൊന്ന് കാണുന്നു പറഞ്ഞു വന്നാ. നിങ്ങൾ എന്താ ചെയ്യുന്നത്? ഞങ്ങൾ യൂണിവേഴ്സിറ്റി രണ്ടുപേരും. ഓ ഞങ്ങൾ ഫ്രണ്ട്സാ. അത് ശരി. പിന്നെ ചെറിയ രീതിക്ക് സിനിമയൊക്കെ കഥയൊക്കെ എഴുതുന്നുണ്ട്. ക്രൈം കൺട്രോളാണോ റൊമാൻസ് ആണോ? അല്ല ഒരു പൊളിറ്റിക്കൽ ഇല്ല. ഞാൻ കോമഡിയൊക്കെ ചെയ്യുന്ന ആളാ. നോക്കാം, നമുക്ക് വിട്ടാലോ? ശരി. ഇതൊരു ഓട്ടത്തിൻ്റെ കഥയാണ്. ഓട്ടം എന്ന് വെച്ചാൽ ഒന്നൊന്നര ഓട്ടം, നാട് നീളെ ഒരു നെട്ടോട്ടം. ക്ലൈമാക്സ് ആകുമ്പോൾ നമ്മൾ വിചാരിക്കും ഓട്ടം തീർന്നു, പക്ഷെ തീരത്തില്ല. ഇതിങ്ങനെ ലൂപ്പ് പോലെ ഓടിക്കൊണ്ടേയിരിക്കും.